നമസ്കാരം, എല്ലാവർക്കും സെവൻസ് മാത്സ് പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HSA മാത്തമാറ്റിക്സിൻ്റെ മൊഡ്യൂൾ 3 കാൽക്കുലസിലെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആദ്യം ആ വീഡിയോ കാണുക, എന്നതിന് ശേഷം ഇന്നത്തെ വീഡിയോ കാണുക. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പറഞ്ഞു, ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള HSAക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് നേരെ ക്ലാസ് നോക്കാം. ലിമിറ്റ് n tends to infinity 1 square plus 2 square plus 3 square plus etc plus n square whole divided by n cube എന്ത്? ഇത് HSA 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്കൊരു ഇതിൻ്റെ റിസൾട്ട് അറിയാം. 1 square plus 2 square plus 3 square plus etc plus n square. 1 square plus 2 square plus 3 square plus etc plus n square. ഇതെന്താണ്? സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയറുകളുടെ സമ്മാണ്. ഇതിന്റെ റിസൾട്ട് നമുക്കറിയാം. എന്താണത്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 6 ആണ്. ഈ റിസൾട്ട് ബൈ ഹാർട്ട് ചെയ്യാം. 1 square plus 2 square plus 3 square plus etc plus n square is n into n plus 1 into 2n plus 1 divided by 6. So this is the sum of the squares of first n natural numbers. ആ റിസൾട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ലിമിറ്റ് n tends to infinity 1 square plus 2 square plus 3 square plus etc plus n square is n into n plus 1 into 2n plus 1 by 6. n into n plus 1 into 2n plus 1 whole divided by 6. Whole divided by, this is n into n plus 1 into 2n plus 1 by 6 all divided by n cube. We are writing it as it is. n cube നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ഇതെന്താണ്? നമുക്ക് a by b by c. a by b by c നമ്മൾ എങ്ങനെ എഴുതാം? a by b c എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് n tends to infinity, ലിമിറ്റ് n tends to infinity n into n plus 1 into 2n plus 1 divided by 6n cube എന്ന് എഴുതാം. n into n plus 1 into 2n plus 1 by 6 whole divided by n cube is this thing divided by 6 into n cube. a by b by c is a by b into c. a by b c. So divide, this is n into n plus 1 into 2n plus 1 by 6 into n cube by 6n cube. അപ്പോൾ നമുക്കിവിടെ n ഉം ഈ n cube കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? n സ്ക്വയർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ലിമിറ്റ് n tends to infinity, ലിമിറ്റ് n tends to infinity. ഒരു 1/6 ഇവിടെ കോൺസ്റ്റന്റ് ഉണ്ട്. 1/6 into ബാക്കി എന്താണുള്ളത്? n plus 1 into 2n plus 1, n plus 1 into 2n plus 1, n plus 1 into 2n plus 1 divided by n square. ഈ 1/6 നമ്മൾ കോൺസ്റ്റന്റ് പുറത്തങ്ങ് എഴുതി. ഇതിനെ കോമൺ ആയിട്ട് പുറത്തെടുത്താലും കുഴപ്പമില്ല, നമ്മൾ അവിടെ തന്നെ എഴുതി. അപ്പോൾ 1/6 into n plus 1 into 2n plus 1 divided by n square ഉണ്ടാവുള്ളൂ. n ഉം n ക്യൂബ് കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ n സ്ക്വയർ ആയി. നമുക്ക് ഇതിനെ നമ്മൾ n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോ ബ്രാക്കറ്റിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ ബ്രാക്കറ്റിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഈ ബ്രാക്കറ്റിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ n into n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇഫക്റ്റ് ആയി. അപ്പോൾ ലിമിറ്റ് n tends to infinity, ലിമിറ്റ് n tends to infinity 1/6 into 1/6 into n plus 1 by n, n plus 1 by n into 2n plus 1 by n, 2n plus 1 by n. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈ ബ്രാക്കറ്റിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ n into n സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇഫക്റ്റ് ആയി. 1/6 അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് n plus 1 ഹോൾ ഡിവൈഡ് ബൈ n എന്താണ്? n by n plus 1 by n ആണ്. 2n plus 1 ഹോൾ ഡിവൈഡ് ബൈ n എന്താണ്? 2n by n plus 1 by n ആണ്. അപ്പോൾ അതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. So this is limit n tends to infinity 1/6 into 1/6 into see n by n plus 1 by n. n by n എന്താണ്? 1 plus 1 by n into n by n plus 1 by n. n by n എന്താണ്? 1 plus 1 by n നമ്മൾ അങ്ങനെ തന്നെ എഴുതി. into ഇതിനെ 2n plus 1 ഹോൾ ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ ഓരോ ടേമിനെയും n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2n by n plus 1 by n. 2n by n എന്താണ്? 2 പ്ലസ് 2n ബൈ n എന്ന് പറഞ്ഞാൽ n ക്യാൻസൽ ചെയ്യുമ്പോൾ 2 മാത്രമേ ഉള്ളൂ. പിന്നെ 1 n കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 by n
അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ ആവുന്ന പോലെ സിംപ്ലിഫൈ ചെയ്തു. ലിമിറ്റ് വാല്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ ഇവിടെ n ഇൻഫിനിറ്റി നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയുന്ന റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ആദ്യം സിംപ്ലിഫൈ ചെയ്തു. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡയറക്റ്റ് ലിമിറ്റ് ഇൻഫിനിറ്റി നമുക്ക് കൊടുക്കാം. നമുക്ക് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഉള്ളത് ഈ രണ്ട് ടേമിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താണ്? 0 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പഠിച്ചു, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0 നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒക്കെ നമ്മൾ കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട് പഠിച്ചു. ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒക്കെ ബൈ ഹാർട്ട് ചെയ്യണം. അതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/6 ഇൻറ്റു 1 + 1/n ഇൻറ്റു 2 + 1/n. സോ ദിസ് ഈസ്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എഴുതൂല. അപ്പോൾ 1/6 ഇൻറ്റു 1 പ്ലസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താണ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈസ് 0. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി 1/x ഈസ് 0. അവിടെ വേരിയബിൾ n ആണെന്ന് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ഈസ് 0. അപ്പോൾ 1 + 0. കോൺസ്റ്റന്റ് 1 ഉം 2 ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ എഴുതും. ഈ 1/6 കോൺസ്റ്റന്റും അങ്ങനെ തന്നെ എഴുതും. ഇൻറ്റു 2 പ്ലസ് ഈ കോൺസ്റ്റന്റ് 2 അങ്ങനെ തന്നെ എഴുതാം. വീണ്ടും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n എന്താണ്? 0. So this is equal to 1/6 into 1 + 0 1, 2 + 0 2. So 1 into 2. 1 into 2 is 2. So this is 2/6. 2/6 is 1/3. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 1/3 ആണ്. അത് ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതും HSA 2013 ചോദിച്ചാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x + sin x ഹോൾ ഡിവൈഡ് ബൈ x. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x + sin x ഹോൾ ഡിവൈഡ് ബൈ x. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തപോലെ x/x + sin x/x എഴുതാം. എന്നിട്ട് രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി x/x + sin x/x. So this is limit x tends to infinity x/x എന്താണ്? 1 പ്ലസ് sin x/x. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. അത് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. sin x/x അങ്ങനെ തന്നെ എഴുതി. ഇനി സെപ്പറേറ്റ് രണ്ടിനും ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് x tends to infinity 1. So what is limit x tends to infinity 1? ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to infinity 1 plus limit x tends to infinity sin x/x. രണ്ടിനും സെപ്പറേറ്റ് ലിമിറ്റ് കൊടുത്തു. ലിമിറ്റ് x tends to infinity 1 plus limit x tends to infinity sin x/x. So what is limit x tends to infinity 1? It is 1 itself. Limit of a constant is that constant itself. So limit x tends to infinity is 1 plus what is limit x tends to infinity sin x/x? The limit x tends to infinity sin x/x is 0. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണിത്. ലിമിറ്റ് x tends to infinity sin x/x is 0. What is 1 plus 0? 1. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ലിമിറ്റ്സിൽ നിന്ന് 2013 HSAക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. തേർഡ് പ്രോബ്ലം നോക്കുക. ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a എന്ത്? ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് അങ്ങനെ തന്നെ ചോദിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ പറഞ്ഞൊരു റിസൾട്ടാണ്. എന്താ? ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a. ഇറ്റ് ഈസ് n into a raised to n minus 1. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് എക്സാമിനേഷൻ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുക. അതുകൊണ്ട് ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. HSA 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x tends to 0 1 minus cos mx by 1 minus cos nx. ഇത് നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ പറഞ്ഞു. എൽ ഹോസ്പിറ്റൽ റൂൾ വെച്ചിട്ടും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രിക്കൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സിംപ്ലിഫൈ ചെയ്തിട്ടും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് ആദ്യം ട്രിഗണോമെട്രിക്കൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ലിമിറ്റ് x tends to 0 1 minus cos mx by 1 minus cos nx. ഡയറക്റ്റ് എക്സിന് 0 എന്ന് കൊടുത്തു നോക്കുക. ഡയറക്റ്റ് എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ cos m into 0, എക്സിനാണ് 0 എന്ന് കൊടുക്കേണ്ടത്. 1 minus cos 0, cos m into 0 is cos 0. cos 0 എത്രയാണ്? 1. അപ്പോൾ 1 minus 1 0. ഇവിടെ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ cos 0 എന്നാണ് ഡിനോമിനേറ്ററിൽ കിട്ടുക.
അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ 1 1 മൈനസ് 1 0. അപ്പോൾ 0/0 ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. 0/0 ഫോമിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പം നമ്മൾ ഇത് ചെയ്യുന്ന രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം നമുക്കത് ട്രിഗണോമെട്രിക്കൽ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ നമുക്കറിയാം 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ x/2 ആണ്. 1 മൈനസ് കോസ് എക്സ് ഈസ് 2 സൈൻ സ്ക്വയർ x/2. ഈ ഒരു റിസൾട്ട് പഠിക്കണം. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് ആ ഫോമിലാണിത്. 1 മൈനസ് കോസ് ഫോമിലാണ്. എന്താ 1 മൈനസ് കോസ് എക്സ്? 2 സൈൻ സ്ക്വയർ x/2 ആണ്. 1 പ്ലസ് കോസ് എക്സ് ആണെങ്കിൽ 2 കോസ് സ്ക്വയർ x/2 എന്നാവും. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് 2 സൈൻ സ്ക്വയർ x/2. അപ്പോൾ 1 മൈനസ് കോസ് എം എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എം എക്സ് ആണ്. അപ്പോൾ mx/2 ഡിവൈഡഡ് ബൈ ഇവിടെ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ x/2. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എം എക്സ് ആയതുകൊണ്ട് mx/2 ഡിവൈഡ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ, ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എൻ എക്സ് ആണ്, അതുകൊണ്ട് nx/2. അപ്പോൾ 2 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്ക് സൈൻ സ്ക്വയർ mx/2 ബൈ സൈൻ സ്ക്വയർ nx/2. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ mx/2 ഡിവൈഡഡ് ബൈ സൈൻ nx/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. a സ്ക്വയർ ബൈ ബി സ്ക്വയർ, നമുക്ക് എങ്ങനെ എഴുതാം? a/b ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇപ്പോൾ രണ്ടിനും സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് സ്ക്വയർ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെഴുതി. സൈൻ ഓഫ് mx/2 ബൈ സൈൻ ഓഫ് nx/2 ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ റിസൾട്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതെന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്താണ്? 1 ആണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച റിസൾട്ട്, സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് ഇതെല്ലാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് 1. ആ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് വരണം. അപ്പോൾ സൈൻ mx/2 ആണെങ്കിൽ ബൈ mx/2 എന്ന് തന്നെ വരണം. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇതിനെ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ mx/2 ഡിവൈഡഡ് ബൈ mx/2 എന്ന് എഴുതാം. നമുക്ക് സൈൻ mx/2 സൈൻ തീറ്റ ബൈ തീറ്റ സൈൻ എക്സ് ബൈ എക്സ്. സൈൻ കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് തന്നെ ഡിനോമിനേറ്ററിലും വരണം. സൈൻ mx ആണെങ്കിൽ ബൈ mx, സൈൻ mx/2 ആണെങ്കിൽ ബൈ mx/2 തന്നെ വരണം. അപ്പം അങ്ങനെ തന്നെ എഴുതി സൈൻ mx/2 ബൈ mx/2. ഇതിപ്പോൾ സൈൻ തീറ്റ ബൈ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് ബൈ എക്സ്. ലിമിറ്റ് തീറ്റ ടെൻസ് 0, ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ എന്താണ്? 1 ആണ്. അപ്പോൾ ഇവിടെ ഇത് ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ. ഇതൊക്കെ ഇവിടെ ബൈ mx/2 ഇല്ല, അത് നമ്മൾ വെറുതെ എഴുതിയാണ്. അപ്പോൾ ഈ ബൈ mx/2 ഇല്ലാതെയാക്കണമെങ്കിൽ ഒരു ഇൻറ്റു mx/2 ന്യൂമറേറ്ററിലും എഴുതണം. നമുക്ക് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഒരു nx/2 ഇവിടെ എഴുതിയേക്കാം. ഇൻറ്റു nx/2 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് nx/2 എഴുതാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഈ mx/2 ക്യാൻസൽ ചെയ്യാം. nx/2 ക്യാൻസൽ ചെയ്താൽ സൈൻ mx/2 ബൈ സൈൻ nx/2 തന്നെ ഉള്ളൂ. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നമുക്ക് ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണെങ്കിൽ ലിമിറ്റ് തീറ്റ ടെൻസ് 0 തീറ്റ ബൈ സൈൻ തീറ്റയും എന്ത് 1 ആണ്. Limit theta tends to 0 sin theta by theta is 1. So what will be limit theta tends to 0 theta by sin theta? It will be the reciprocal of 1. 1 in the reciprocal ആയിരിക്കും. 1 in the reciprocal എന്തിനാണ്? 1 തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ sin theta by theta ഫോമിലായി. ഇതാണെങ്കിൽ theta by sin theta എന്ന പറഞ്ഞ ഫോമിലായി. ഇത് രണ്ടും 1 ആണ്. ബാക്കി ഈ mx/2 nx/2 ഇവിടെ x/2 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഈ ഹോൾ സ്ക്വയർ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ബാക്കി ഇവിടെ നമുക്ക് m/n ഇവിടെ ഉണ്ട്. m/n കോൺസ്റ്റന്റ് ആണ്. m n ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ m/n കോൺസ്റ്റന്റ് ആണ്, അതിനൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ m²/n² അത് കോമൺ ആയിട്ട് പുറത്തങ്ങ് എടുത്തേക്കും. m²/n² ഇൻറ്റു ബാക്കി എന്തേ ഉള്ളൂ? സൈൻ mx/2 സൈൻ mx/2 ബൈ mx/2 ഇൻറ്റു nx/2 ഡിവൈഡഡ് ബൈ സൈൻ nx/2. ഇതിപ്പോൾ ഏത് ഫോമിലായി? സിക്കൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഓർ m²/n² ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ m²/n² കോൺസ്റ്റന്റ് ആണ്. ഇതിപ്പോൾ ഏത് ഫോമിലാണ്? ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ്. എക്സിൻ്റെ സ്ഥാനത്ത് mx/2 ഉണ്ടെന്നേ ഉള്ളൂ.
അപ്പോൾ ലിമിറ്റ് എക്സ് ഇൻ 0 സൈൻ എക്സ് ബൈ എക്സ് അത് 1 ആണ്. ഇത് ലിമിറ്റ് എക്സ് ഇൻ 0 എക്സ് ബൈ സൈൻ എക്സ് ആണ്, അതും 1 ആണ്. അപ്പോൾ അതെന്ത് മാത്രമേ ഉള്ളൂ, എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു 1. ഇതിനെ ഹോൾ സ്ക്വയർ ഉണ്ട്, അപ്പോൾ 1 ഇൻറ്റു 1 ഹോൾ സ്ക്വയർ എന്ന് വരും. 1 ഇൻറ്റു 1 1 1 സ്ക്വയർ തന്നെയാണ് 1 തന്നെയാണ്. അപ്പോൾ എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഈ ഫോമുല 1 മൈനസ് കോസ് എം എക്സ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ് അത് നമ്മൾ ട്രിഗണോമെട്രിക്കൽ ഫോമുല ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്തത്. ഇനി നമുക്കിത് ഈ സെയിം പ്രോബ്ലം തന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് 0 1 മൈനസ് കോസ് എം എക്സ് ബൈ 1 മൈനസ് കോസ് എൻ എക്സ് അത് 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രിഗണോമെട്രിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ട്രിഗണോമെട്രിക്കൽ സിംപ്ലിഫിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലിമിറ്റ് കണ്ടു. ഇതിൻ്റെ വാല്യൂ എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 1 മൈനസ് എക്സിന് 0 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കോസ് എം ഇൻറ്റു 0 കോസ് 0 എന്താണ് 1 മൈനസ് 1 0 ബൈ 1 മൈനസ് ഇവിടെ എക്സിന് 0 എന്ന് കൊടുത്താൽ കോസ് 0 എന്നാ കിട്ടുക. കോസ് 0 1 ആണ്, 1 മൈനസ് 1 0. അപ്പോൾ 0/0 ഫോമിലാവും. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്കിത് 0/0 ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമ്മൾ 0/0 ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് എൽ ഹോസ്പിറ്റൽസ് എന്ന്. അത് ആദ്യം കാണുക, നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ. അപ്പോൾ എന്താ എൽ ഹോസ്പിറ്റൽസ്? വി ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെപ്പറേറ്റ്ലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ ഫംഗ്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻസിയേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഡിഫറൻസിയേഷൻ നമ്മൾ ഇവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. ഡിഫറൻസിയേഷൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ഇവിടെ ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം നമുക്കിതിൻ്റെ ഡെറിവേറ്റീവ് മാത്രം പറയാം. ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് 0. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ് 0. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് കോസ് ഓഫ് എം എക്സ് അവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനുള്ള അപ്ലൈ ചെയ്യണം. സി കോസ് ഓഫ് സം ഫംഗ്ഷൻ ബിക്കംസ് മൈനസ് സൈൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ എക്സ് ആണ്. ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷൻ അറിയില്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ ആണ്. അപ്പോൾ കോസ് ഓഫ് എം എക്സ് എന്ന് പറയുന്നത് എന്താവും, ഈ മൈനസ് ആണ്, ഇത് മൈനസ് സൈൻ ഓഫ് എം എക്സ് എന്നാവും. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എം എക്സ്. എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് എം ആണ്. ഇൻറ്റു എം എന്നാണ് കിട്ടുക. അപ്പൊ എന്താണ് കോസ് ഓഫ് സം ഫംഗ്ഷൻ എന്താവും മൈനസ് സൈൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഇന്നർ ഫംഗ്ഷൻ. ലാസ്റ്റ് നമ്മൾ ഉള്ളിലുള്ള ഫംഗ്ഷന്റെ കോസ് ഓഫ് സംതിങ് ആണിത്. അത് മൈനസ് സൈൻ ഓഫ് ദ സെയിം സംതിങ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഇന്നർ ഫംഗ്ഷൻ. ഇന്നർ ഫംഗ്ഷൻ എന്താണ് എം എക്സ് ആണ്. എം എക്സിന് ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എം എക്സിന് ഡെറിവേറ്റീവ് എന്താണ് എം കോൺസ്റ്റന്റ് ആണ്. എം ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് 1 ആണ്. അപ്പൊ എം ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എം. ഇവിടെ അതുപോലെ തന്നെ ഡെറിവേറ്റീവ് ഓഫ് 1 എന്താണ് 0, കോൺസ്റ്റന്റ് ആണ് 1. അപ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് ഓഫ് സം ഫംഗ്ഷൻ. Cos of some function becomes minus sine of the same function nx. Cos of some function nx that becomes minus sine of the same function nx into derivative of nx. Derivative of nx എന്താണ് n. Derivative of nx എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, n into derivative of x. x ന്റെ ഡെറിവേറ്റീവ് എന്താ 1. അപ്പോൾ n into 1 ആണ് കിട്ടുക. അപ്പോൾ ഈ 0 മൈൻഡ് ചെയ്യേണ്ട, മൈനസ് മൈനസ് പ്ലസ് ആവും, ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും. ഇവിടെ ഒരു m/n ഉണ്ട്. അപ്പോൾ ആ m/n പുറത്തെഴുതിയേക്കാം. m/n കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് 0. ഇത് പ്ലസ് ആയി, ഇത് പ്ലസ് ആയി, ഇത് 0 ആണ്. ഇത് മൈൻഡ് ചെയ്യേണ്ട. സൈൻ എം എക്സ് ബൈ സൈൻ എൻ എക്സ് നേണ്ടാവുള്ളൂ. ഒരു m/n കോൺസ്റ്റന്റ് പുറത്തുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ഓരോ സ്റ്റേജിലും ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. കൃത്യമായിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 0/0 ഇൻഫിനിറ്റി ഫോം മാറിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലിമിറ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. അത് മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഇവിടെ നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ സൈൻ 0 എന്താണ് 0 ആണ്. അപ്പോൾ നമുക്ക് സൈൻ ഓഫ് എം ഇൻറ്റു 0. അപ്പോൾ സൈൻ 0 എന്നാണ് കിട്ടുക. സൈൻ 0 എന്താണ് 0 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് എൻ ഇൻറ്റു 0. സൈൻ 0 ആണ് 0. അപ്പോൾ 0/0 ഫോമിൽ തന്നെയാണിത്. 0/0 ഫോമിൽ തന്നെയാണ്. ഇപ്പോൾ 0/0 ഫോമിലാണെങ്കിൽ അഗെയിൻ യു വിൽ ഹാവ് ടു അപ്ലൈ എൽ ഹോസ്പിറ്റൽസ് റൂൾ. വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എന്താ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് m/n ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, അങ്ങനെ തന്നെ എഴുതി. m/n ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ആണ്.
ഞാൻ പറഞ്ഞു ഡിഫറൻസിയേഷൻ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. അപ്പോൾ സൈൻ ഓഫ് സം ഫംഗ്ഷൻ സൈൻ ഓഫ് എം എക്സ് ആണെങ്കിൽ എന്തോറും കോസ് എം എക്സ് ആവും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എം എക്സ്. എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എം ആണ്. എം എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയാണ്? എം കോൺസ്റ്റന്റ് ആണ്. എം ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. അപ്പോൾ എം ഇൻറ്റു 1 എം എന്ന് കിട്ടും. നമുക്ക് ഇവിടെ ബൈ സൈൻ എൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ ഓഫ് സം ഫംഗ്ഷൻ എൻ എക്സ്. സൈൻ ഓഫ് സം ഫംഗ്ഷൻ എൻ എക്സ് ബിക്കംസ് കോസ് ഓഫ് ദ സെയിം ഫംഗ്ഷൻ എൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എൻ എക്സ്. So sin of nx becomes cos of the same function nx into derivative of nx എന്താണ്? nx ന്റെ ഡെറിവേറ്റീവ് എന്താ? n into x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പോൾ cos mx by cos nx. എങ്ങനെ ഇവിടെ cos ആയത്? സൈനിന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos ആണ്. അപ്പോൾ സൈൻ ഓഫ് ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും cos ഓഫ് അതേ ഫംഗ്ഷൻ ഇൻറ്റു ഈ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. എം എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എം. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് എൻ എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പോൾ കോസ് ഓഫ് എൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഇന്നർ ഫംഗ്ഷൻ. ഇന്നർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ലാസ്റ്റിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഉള്ളിലുള്ള ഫംഗ്ഷൻ ഏതാണ്? എം എക്സും എൻ എക്സും ആണ്. അപ്പോൾ ഇവിടെ ഒരു എം ബൈ എൻ കോൺസ്റ്റന്റ് വീണ്ടും വന്നു. ആ എം ബൈ എൻ കോൺസ്റ്റന്റ് പുറത്തേക്ക് അങ്ങ് എടുക്കുക. കോൺസ്റ്റന്റ് വരുന്നതിനൊക്കെ അങ്ങ് പുറത്തേക്ക് അങ്ങ് എടുക്കുക. ഈ എം ബൈ എന്നെ കൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ ഓൾറെഡി എം ബൈ എൻ ഉണ്ട്. ഒരു ഇൻറ്റു എം ബൈ എൻ വരും. അപ്പോൾ എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്നായി. എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ബാക്കി ഇതേ ഉണ്ടാവുള്ളൂ. ഇത്രയേ ഉള്ളൂ. എം ബൈ എൻ നമ്മൾ പുറമെടുത്തു. കോസ് എം എക്സ് ബൈ കോസ് എം എക്സ് ബൈ കോസ് എൻ എക്സ്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. ആദ്യം എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. അപ്പം 0/0 ഫോം മാറിയില്ല. വീണ്ടും എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴും ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ അതിനായിരിക്കും അതിന്റെ ലിമിറ്റ്. ഇപ്പം നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് ഓഫ് എം ഇൻറ്റു 0. എക്സിനാണ് 0 കൊടുക്കേണ്ടത്. കോസ് എം ഇൻറ്റു 0 പറഞ്ഞാൽ 0. കോസ് 0 എന്താണ്? 1 ബൈ കോസ് ഓഫ് എൻ ഇൻറ്റു 0. അപ്പോൾ കോസ് 0 എത്രയാ? 1. അപ്പോൾ അത് 1/1 ആണ് കിട്ടുക. അപ്പോൾ 1 കിട്ടും. കൃത്യമായിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ 1 തന്നെ ആയിരിക്കും എൻ്റെ വാല്യൂ. പിന്നെ നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിവിടെ എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു 1 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്താണ്? എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ. എം സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇൻറ്റു ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/1 ആണ് കിട്ടുക. m square by n square into cos m into 0. Cos 0 is 1 by cos n into 0 is cos 0 is 1. So this is m square by n square into 1/1. That is m square by n square. നേരത്തെ നമ്മൾ ട്രിഗണോമെട്രിക്കൽ റിസൾട്ട് അപ്ലൈ ചെയ്തപ്പോഴും നമുക്ക് എന്തിനാ കിട്ടിയത്? m square by n square തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ട്രിഗണോമെട്രിക്കൽ റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം ഇതുപോലുള്ളത്, അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്ത് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളത്, എളുപ്പമുള്ളത് അതുപോലെ ചെയ്ത് നോക്കുക. ഇതും സെയിം ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് 2013 ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇത് 2009 ചോദിച്ചത്. ലിമിറ്റ് എക്സ് ഇൻ 0 1 മൈനസ് കോസ് 4x ബൈ എക്സ് സ്ക്വയർ. ഇവിടെ നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? എപ്പോഴും വേണമെങ്കിൽ 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ റിസൾട്ട് ഉപയോഗിക്കാം. 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആണ്. ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഫോർമുല ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ ആദ്യം ചെയ്തു. നമ്മൾ 1 മൈനസ് കോസ് എക്സ് ഈക്വൽ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഉപയോഗിച്ചുകൊണ്ട് ആ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാത്തത് അത് നിങ്ങൾക്ക് വിടുന്നു ഞാൻ. ഇത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇതേ റിസൾട്ട് തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് 0 നോക്ക്. ഇവിടെ ഡയറക്റ്റ് എക്സിന് 0 എന്ന് കൊടുത്തു നോക്കുക. ആദ്യം 1 മൈനസ് കോസ് 4 ഇൻറ്റു 0. എക്സിന് 0 എന്ന് കൊടുക്കുക. കോസ് 4 ഇൻറ്റു 0 പറഞ്ഞാൽ 0. കോസ് 0 എത്രയാ? 1. അപ്പോൾ 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആയി. ബൈ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ആണ് വരിക 0. അപ്പോൾ 0/0 ഫോമിലാണ്. എക്സിന് ഡയറക്റ്റ് 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് ഫോമിലാണ്? 0/0 ഫോമിലാണ്. അപ്പോൾ ഇത് 0/0 ഫോമിലാണ്. അപ്പോൾ 0/0 ഫോമിലായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യാം? ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 ഡെറിവേറ്റീവ് ഓഫ് 1 എന്താണ്? 0. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താ? 0 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് സം ഫംഗ്ഷൻ. കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ആണ്.
കോസ് എക്സിന് ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് ഈ മൈനസ് അങ്ങനെ തന്നെ ഇട്ടു. കോസ് ഓഫ് സം ഫംഗ്ഷൻ ബിക്കംസ് മൈനസ് സൈൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ 4x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 4x 4. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇവിടെ mx ഇൻറ്റു എം എഴുതിയില്ലേ, ഇവിടെ m അല്ല 4 ആണ്. അപ്പോൾ 4x ഇൻറ്റു 4. അപ്പോൾ ഇങ്ങനെ വരാം. 1 ഡെറിവേറ്റീവ് 0, 1 കോൺസ്റ്റന്റ് ആണ്, എൻ്റെ ഡെറിവേറ്റീവ് 0, മൈനസ് ആ മൈനസ് അങ്ങനെ തന്നെ എഴുതി. കോസ് ഓഫ് സം ഫംഗ്ഷൻ എന്താവും? മൈനസ് സൈൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ. കോസ് ഓഫ് ഏതോ ഒരു ഫംഗ്ഷൻ അതെന്താ ഒരു മൈനസ് സൈൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ കോസ് ഓഫ് ഏത് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും മൈനസ് സൈൻ ഓഫ് ദ സെയിം ഫംഗ്ഷൻ 4x ഇൻറ്റു 4xന്റെ ഡെറിവേറ്റീവ്, ഇന്നൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ ആലോചിച്ചാൽ മതി. 4xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 4xന്റെ ഡെറിവേറ്റീവ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താണ്? 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1 കിട്ടും. അപ്പോൾ അത് 4 കിട്ടും. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറയും. നമുക്ക് ആ റിസൾട്ട് ഈ ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളൊക്കെ നമ്മൾ ഡിഫറൻഷിയേഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ തൽക്കാലം ഇതെങ്ങനെ മനസ്സിലാക്കാം. ബൈ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് എന്താണ്? n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ഇൻറ്റു എക്സ് റേസ് ടു 2 മൈനസ് 1. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 1 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x ആണ്. അപ്പോൾ ബാക്കി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് മൈനസ് പ്ലസ് ആവും. 4 ഇൻറ്റു സൈൻ 4x ബൈ 2x ഇട്ടു. ഇവിടെ മൈനസ് മൈനസ് പ്ലസ് ആയി. ഇവിടെ ഒരു 4 കോൺസ്റ്റന്റ് ഉണ്ട്. സൈൻ 4x അങ്ങനെ തന്നെ എഴുതി, ബൈ 2x എഴുതി. 0 നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഫംഗ്ഷൻ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. ഇനി വീണ്ടും ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓരോ പ്രാവശ്യം എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴും ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എക്സിന് 0 എന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ ഇവിടെ സൈൻ 4 ഇൻറ്റു 0. ഇപ്പോൾ സൈൻ 0 എന്താണ്? 0 ആണ്. അപ്പോൾ 4 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആയി. ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സിന് 0 കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 0 എന്താണ്? 0 ആണ്. അപ്പോൾ 0/0 ഫോമിൽ തന്നെയാണിത് വീണ്ടും. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ വീണ്ടും 0/0 ഫോമിൽ തന്നെയാണ് വന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? Again, you will have to apply L hospital rule. That means you will have to differentiate numerator and denominator separately with respect to x. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഈ 4 ഇൻറ്റു അങ്ങനെ തന്നെ എഴുതിയേക്കാം. 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് സം ഫംഗ്ഷൻ. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ആണ്. അപ്പോൾ സൈൻ ഓഫ് 4x എന്ത് വരും? കോസ് ഓഫ് 4x ഇൻറ്റു 4xന്റെ ഡെറിവേറ്റീവ് എന്താണ്? 4. Sin of some function becomes cos of the same function 4x into derivative of 4x. 4x in derivative എന്താ? 4 into 1. That is 4. Divided by 2x in derivative എന്താണ്? 2 into x in derivative എന്താ? 1. Clear ആണല്ലോ? 2x in derivative എന്താണ്? 2 into x in derivative. Constant into derivative of the function. Derivative of the product of a constant and a function is constant into derivative of the function. So 2 into derivative of x is 1. ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് കൊടുത്തു നോക്കുക. എക്സിന് 0 കൊടുക്കുക. എക്സ് ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ, അതിന് 0 എന്ന് കൊടുത്തു നോക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ കോസ് 4 ഇൻറ്റു 0. അപ്പോൾ കോസ് 0 എന്നാണ് കിട്ടുക. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ കിട്ടും എക്സിന് 0 എന്ന് കൊടുത്താൽ. അപ്പോൾ ഇത് മതി. ഇനി വീണ്ടും എല്ലാ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ട് എക്സിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ഒക്കെ അങ്ങനെ തന്നെ എഴുതാം. ഈക്വൽ ടു 4 ഇൻറ്റു എക്സിന് 0 എന്നാണ് കൊടുക്കുക. കോസ് 4 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ കോസ് 0. കോസ് 0 എന്താണ്? 1 ആണ്. കോസ് 0 1 ആണ്. ഇൻറ്റു ഈ 4 നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ബൈ 2 ഇൻറ്റു 1 ഈസ് 2. സോ ദിസ് ഈസ് 4 ഇൻറ്റു 4 16. 16/2 ഈസ് 8. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 4x ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തത്. ഇത് നമുക്ക് എങ്ങനെയും ചെയ്യാം. 1 മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇത് 1 മൈനസ് കോസ് സംതിങ് ആണ്. അപ്പോൾ 1 മൈനസ് കോസ് എക്സ് എന്താണ്? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1, ലിമിറ്റ് എക്സ് ആൻഡ് 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8 എന്ന് പറഞ്ഞ റിസൾട്ട് തന്നെ കിട്ടും. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക, ഡേറ്റ് കിട്ടുമെന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് 1 മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ
ടോപ്പിക്കിൽ നിങ്ങൾ മുൻവർഷങ്ങളിൽ HSAക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത്. ഇന്ന് തൽക്കാലം ഇത്രയും മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറേയും കൂടെ പ്രോബ്ലംസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.